നമ്മുടെ കടലിന്റെ ആഴം, ആവറേജ് ആഴം എന്നുള്ളത് 4 കിലോമീറ്റർ ആണ്. നമ്മുടെ കടലിന്റെ ആഴം, അത് ഏറ്റവും ആഴം കൂടിയ പ്രദേശമായിട്ട് അറിയപ്പെടുന്ന പ്രദേശം 11 കിലോമീറ്ററോളം ആഴമുണ്ട്. അത്രയും ആഴത്തിലുള്ള പ്രദേശങ്ങൾ കടലിനകത്തുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 11 കിലോമീറ്ററോളം ആഴമുള്ള കടലിൽ വെറും 1 കിലോമീറ്റർ മാത്രമേ പ്രകാശം സഞ്ചരിച്ചെത്തുന്നുള്ളൂ. പ്രകാശം 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ പ്രകാശം സഞ്ചരിക്കുന്ന ആ മേഖലയെ നമ്മൾ ഫോട്ടിക് സോൺ എന്നാണ് വിളിക്കുന്നത്. 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രകാശം പോകുന്നില്ല. പിന്നീട് അങ്ങോട്ടുള്ള മേഖല കൂരാകൂരിട്ടാണ്. പ്രകാശത്തിലുള്ള 7 വർണ്ണങ്ങളും ഈ സമുദ്രത്തിൽ ചെന്ന് ഇടിക്കുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ 7 വർണ്ണങ്ങളും ക്രമേണയായിട്ട് കടലിലെ ജലം ആഗിരണം ചെയ്യാണ്. അതായത് ആദ്യത്തെ 10 മീറ്റർ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ ആ 7 വർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് പ്രകാശത്തെ ജലം ആഗിരണം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ 10 മീറ്ററിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ കൈ മുറിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തം ചുവന്ന നിറത്തിലായിരിക്കില്ല നമ്മൾ കാണുന്നത്. കാരണം ആ മേഖലയിലേക്ക് ചുവപ്പ് പ്രകാശം, അതായത് ദൃശ്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങളിൽ ചുവപ്പ് പ്രകാശം 10 മീറ്ററിന്റെ അടിയിലേക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. അതിനു മുമ്പ് ജലം അതിനെ ആഗിരണം ചെയ്യും. അപ്പൊ ആ മേഖലയിൽ പോയിട്ട് നമ്മൾ കൈമുറിച്ചാൽ നമ്മുടെ രക്തം നീല നിറത്തിലായിരിക്കും കാണുക. സുബ്ഹാനല്ലാഹ്. 1 കിലോമീറ്റർ എത്തുന്നതോടുകൂടെ എല്ലാ വെളിച്ചത്തെയും ആഗിരണം ചെയ്ത് പിന്നീട് കൂരാകൂരിട്ടാണ് അവിടെയുള്ള മേഖലകൾ. അബ്സല്യൂട്ട് ഡാർക്ക്നെസ് എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ കൂരിരുട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം. അപ്പൊ ആ കൂരിരുട്ട് എന്ന് മാത്രമല്ല, അവിടെ ആ ഒരു മേഖല അതിശക്തമായിട്ടുള്ള തണുപ്പും പ്രഷറും മർദ്ദവും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ 20-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കരുതിയത് ആ ഒരു മേഖലയിൽ യാതൊരു ജീവിവർഗങ്ങളും ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത്. കാരണം അതിശക്തമായിട്ടുള്ള ഇരുട്ടും അതേപോലെ തന്നെ ഈ ഒരു തണുപ്പും പ്രഷറൊക്കെ അതിജയിക്കാൻ രൂപത്തിലുള്ള, അല്ലെങ്കിൽ അതിനെ അതിജയിക്കാൻ അനുകൂലമായിട്ടുള്ള ജീവിവർഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ പഠനം നടത്തിയ സന്ദർഭത്തിൽ നമ്മൾ വല്ലാതെ നെട്ടുകയുണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ, കടലിന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വൈവിധ്യമാർന്ന മനുഷ്യ ഭാവനകൾക്ക് പോലും അതീതമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലുള്ള നിരവധി ജീവിവർഗങ്ങൾ അത്തരം മേഖലകളിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്. വലിയ അത്ഭുതമാണ് ആ മേഖലയിൽ ജീവിക്കുന്ന ജീവിവർഗങ്ങൾ. അതിന്റെ ഷേപ്പും അതിന്റെ ഓരോ സവിശേഷതകൾ നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ആ രൂപത്തിലുള്ള ജീവിവർഗങ്ങളാണ് ആ കൂരാകൂരിട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ, അവിടെ ജീവിക്കുന്ന 90 മുതൽ 99% ജീവികൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, അവിടെ എത്രത്തോളം സസ്യങ്ങൾക്ക് വരെ മറ്റ് ഉപരിതലത്തിൽ ജീവിക്കാത്ത ജീവികൾക്കില്ല, അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിശക്തമായിട്ടുള്ള ഇരുട്ടിനെ അതിജയിക്കാൻ അല്ലെങ്കിൽ സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അത്തരം ജീവികൾക്ക്. ആ പ്രതിഭാസത്തെ ബയോലൂമിനസൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ മിന്നാമിനുങ്ങ് പോലെയുള്ള ജീവികൾ, ശരീരത്തിൽ നിന്നും സ്വയം പ്രകാശം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ജീവിവർഗങ്ങളാണ് അവിടെ ജീവിക്കുന്ന 99% ജീവികളും. പ്രകാശം പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായിട്ട് ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അവയെ സംബന്ധിച്ചിടത്തോളം പ്രകാശം വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇണകളെ ആകർഷിക്കാനും അവർ ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. മൂന്നാമതായിട്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും അവരുപയോഗിക്കുന്നത് പ്രകാശമാണ്. ഈ ഒരു മേഖലയിൽ നിരവധി പഠനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അപ്പോൾ ആ മേഖലയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഫയർ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം. ആ മത്സ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ, അതിന്റെ ശത്രു അതിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ ഒരു വലിയ കുമിള ഉണ്ടാക്കും. അപ്പോൾ വലിയ പ്രകാശത്തിന്റെ ഒരു കുമിള വരുന്ന സന്ദർഭത്തിൽ പിടിക്കാൻ വന്ന ആ ശത്രുവിന് കണ്ണ് കാണാതെ ആവുകയാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ കണ്ണിലേക്ക് നല്ല പവറുള്ള ഒരു ടോർച്ച് അടിച്ച് അവർ അല്പനേരം നമുക്ക് കണ്ണ് കാണില്ല. അതേ രൂപത്തിൽ ഈ ജീവി ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രകാശം കൊണ്ടുള്ള ഒരു ബോംബ് സൃഷ്ടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവിടെയുള്ള ജീവികൾക്കെല്ലാം അതിജീവനത്തിന് പ്രകാശം അനിവാര്യമാണ്. ഈ പ്രകാശം അവർ ഉപയോഗിക്കുന്ന, ആ പ്രകാശം ഉപയോഗിച്ചിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ അവർ ഇരപിടിക്കാനും അതേപോലെ തന്നെ ഇണകളെ ആകർഷിക്കാനെല്ലാം അവർ ഉപയോഗിക്കുന്നത് പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ആഴക്കടലിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിക്കുന്ന ആയത്തിന്റെ അവസാന ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത് വമൻ ലം യജ്അലില്ലാഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവസാനിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് അതേ ആയത്ത്
സത്യനിഷേധികളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും അതേ ആയത്ത് ആഴക്കടലുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും രണ്ടും പെർഫെക്റ്റ് ആണ് എന്നുള്ളതാ. സുബ്ഹാനല്ലാഹ്. അതായത് ആഴക്കടലുള്ള ആ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജീവികൾക്ക് അള്ളാഹു പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു അവയെ വഴി കാണിച്ചിട്ടില്ലെങ്കിൽ മറ്റാരും അവർക്ക് പ്രകാശം നൽകുമായിരുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. ഏതുപോലെ എന്ന് വെച്ചാൽ ഒട്ടകത്തിനെ മരുഭൂമിക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടിച്ചതുപോലെ ആഴക്കടലിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ആ മേഖലയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകി. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിർഔൻ ചോദിച്ച സന്ദർഭത്തിൽ ഒമാ റബ്ബുക്കുമായ മൂസ, നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മനോഹരമായിട്ടുള്ള മറുപടി സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുക്കളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന്റേതായിട്ടുള്ള പ്രകൃതം നൽകുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ്. സുബ്ഹാനല്ലാഹ്. അതായത് ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സവിശേഷതകൾ നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം അള്ളാഹുവാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്.